പെണ്ണുങ്ങൾ എത്ര പേരാ വന്നിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവണു. എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു, അച്ഛൻ ഇതുപോലെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു എന്നിട്ട് എന്നെ കണക്ട് ചെയ്ത പെണ്ണുങ്ങളുടെ കണക്ക് ഇറ്റ്സ് ഇമ്മെൻസ്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അത് കോളേജിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഡാൻസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതൊന്ന് പുറത്തേക്ക് വന്നു വൈറലായെന്ന് മാത്രമേ ഉള്ളൂ. ഷാർജ എന്നൊക്കെ പറഞ്ഞിറങ്ങിയവർ SM സീറ്റിൽ കാണുമ്പോൾ രേഷ്മ മിസ് അല്ലേ, എന്റെ ഭാര്യ നിങ്ങളുടെ സ്റ്റുഡന്റ് ആണെന്ന് പറയും. അപ്പൊ ഞാൻ ഓർക്ക് ഇത്രയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ രാത്രിത്തേക്ക് എന്താ, നാളെ രാവിലത്തേക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാ വീട്ടിലുണ്ട്. അത് ഡോക്ടർ ആവട്ടെ, PhD പ്രിൻസിപ്പൾ ആവട്ടെ, ആരാവട്ടെ. അത് ഞാനത് വിട്ടു. അത് വിടാൻ കാരണം എൻ്റെ ഈ ഫ്രണ്ട്സാണ്. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നിനും നോ പറയാറില്ല. എൻ്റെ പിള്ളേർ പെർമിഷൻ ചോദിക്കുമ്പോൾ അപ്പോൾ അതിന് നല്ല പ്രയാസം അവിടെ പലർക്കും ഉണ്ട്. നമ്മൾ ഈ ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേറെ എവിടെ നിന്നും വരുന്നതല്ല. ധീരതയോടെ മുന്നോട്ട്, അത്രയേ ഉള്ളൂ. ഇനി അത് പറ്റുന്നില്ല, അവരോട് വെച്ച് ഉറപ്പിക്കുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോരെ. പണ്ട് കാലത്ത് കുട്ടികളാണ് കോളേജ് അടിച്ച് പൊളിച്ച് കലക്കി മറിച്ചെങ്കിൽ ഇന്ന് ഒരു പ്രിൻസിപ്പിളാണ് എൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ കലക്കി മറിച്ച് 1 മില്യൺ ആയിട്ട് ഇങ്ങനെ അടിച്ചോടി നടക്കുമ്പോൾ ഓടിച്ചിട്ട് പിടിച്ച ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. രേഷ്മ മേഡം, നമസ്കാരം. നമസ്കാരം. ആളുടെ വീഡിയോസൊക്കെ എൻ്റെ അമ്മച്ചിയെ എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് അസൂയ സത്യം പറഞ്ഞാൽ. എന്നിട്ട് എഴുതി വെച്ചേക്കുക. എന്നിട്ട് 1-2 വീഡിയോ ഇങ്ങനെ വൈറലായപ്പോൾ എഴുതി വെച്ചത് ഞങ്ങളൊക്കെ പഠിച്ചപ്പോഴും ടീച്ചർമാരുണ്ടായിരുന്നു. ചിലരെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ഞാൻ പൂരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, ഇത്രയും വൈബ് ആ ഇപ്പൊ ടീച്ചറിന് ഇത്രയും വൈബ് അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് ഇത്രയും വൈബാണെങ്കിൽ അതിൽ പിള്ളേരുടെ വൈബ് എന്തായിരിക്കും? ആദ്യം ഒരു ചെറിയ തിരുത്ത്. വൈറൽ പ്രിൻസിപ്പൾ അല്ല, വൈറൽ പ്രിൻസിപ്പൾ ആയിരുന്നു. ഇപ്പൊ ഞാൻ കോളേജിലില്ല. ഇൻഫാക്ട് December 31st 2024 ഇറങ്ങി. ഇപ്പൊ ഫ്രീ ആണ്. ഒരു ബ്രേക്ക് എടുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ യുനോ അവിടെ വേണ്ടെന്ന് അവർക്കും എനിക്കും തോന്നിയൊരു നിമിഷം എന്ന് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ നമ്മളിപ്പോഴും ഹാപ്പിയാണ്. ഞാനൊരു കമന്റ് പറയട്ടെ, ഇങ്ങനെയൊക്കെ കളിച്ച് എങ്ങനെ പുറത്താക്കാൻ? എൻ്റെ ഒരു മനസ്സമാധാനത്തിനാട്ടോ ഞാനത് പറഞ്ഞത്. കാരണം ഇങ്ങനെയൊക്കെ കളിച്ച എനിക്കാണെങ്കിലും അസുഖം എന്റെ പണ്ടേ അതിൽ ചെറിയൊരു സത്യം ഇല്ലാതില്ല. കാരണം പെട്രിയാർക്കി എന്ന് പറഞ്ഞൊരു സാധനം അത് വീട്ടിലായാലും സമൂഹത്തിലായാലും വർക്ക് പ്ലേസിലായാലും എല്ലായിടത്തും ഉണ്ട്. അതിനൊന്നും നേരെ ഒന്നും കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടൊരു കാര്യമില്ല. അപ്പൊ ഇറ്റ്സ് ദെയർ ഫോർ ഷുവർ. പിന്നെ ചോദിച്ചതിലേക്ക് വരാം, പിള്ളേര് വൈബാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലം മലപ്പുറം. അപ്പൊ ആ ഒരു കോളേജിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അവർ എന്നോട് ചോദിച്ചതിനേക്കാളും ചോദ്യം ഞാൻ അങ്ങോട്ടാ ചോദിച്ചത്. സ്വാഭാവികം, എനിക്ക് അറിയണമായിരുന്നു. ഞാൻ എഴുതി വെച്ചിട്ടാ പോയത്. അപ്പൊ അതിലൊരു ചോദ്യം, വൈ ദിസ് കോളേജ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ കോളേജ് ഉണ്ടാക്കിയത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ പെൺകുട്ടികളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാം, അവരെ ഒന്ന് മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ആയി നിൽക്കുമ്പം ഓൾറെഡി ഞാൻ എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അത് കോളേജിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഡാൻസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതൊന്ന് പുറത്തേക്ക് വന്നു വൈറലായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പഴശ്ശിയുടെ യുദ്ധം പുറത്ത് വന്ന് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. അപ്പം ചില ഡാൻസ് കാണുമ്പോൾ എൻ്റെ പഴയ കോളേജിലെ പിള്ളേർ പറയും, മിസ്സേ നമ്മുടെ ഡാൻസിന് അത്ര വരില്ല, ഇതത്ര എത്തിയിട്ടില്ല. സോ പിള്ളേർക്ക് അതുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ B.Ed എന്ന് പറയുമ്പം ഞാൻ പഠിപ്പിച്ച പിള്ളേരുടെ ഏതാണ്ട് ലാസ്റ്റ് കോഴ്സ് ആയിരിക്കും മിക്കവരും പേരുടെ. അവരുടെ ഒരു അവസാനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുഭവമാണ്. അപ്പൊ അതില് നമ്മൾ അവരെ പങ്കാളികളാക്കുമ്പോണ്ടല്ലോ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ സ്റ്റുഡൻസ് എന്നോട് ഹാപ്പി ആയിട്ട് പറയുന്നതിനേക്കാളും കൂടുതൽ സ്റ്റുഡൻസിന്റെ ഹസ്ബൻഡ്സ് ആണ് പറയാ, നിന്റെ മിസ് കളിക്കുന്ന നോക്ക്. എന്നെ പുറത്ത് കണ്ടിട്ട് പിള്ളേർ, എൻ്റെ മക്കളില്ലാണ്ട് അവരുടെ ഭർത്താക്കന്മാര് ഈ ഷാർജ എന്നൊക്കെ പറഞ്ഞിറങ്ങിയവർ SM സീറ്റിൽ കാണുമ്പോൾ രേഷ്മ മിസ് അല്ലേ, എന്റെ ഭാര്യ നിങ്ങളുടെ സ്റ്റുഡന്റ് ആണെന്ന് പറയും. അപ്പൊ ഞാൻ ഓർക്ക് ഇത്രയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ, അത് എപ്പോഴും ഉണ്ടാവില്ല ഒരു വിചിന്തനം അതിന്. പക്ഷേ സ്റ്റുഡൻസ് ആർ സോ ഹാപ്പി, നോട്ട് ഓൾ ഫോർ ഷുവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇതാണ് ലൈഫ് എന്ന് അവരും കൂടെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന പോലെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് B.Ed ടീച്ചേഴ്സ് വരും. അപ്പൊ നമ്മൾക്ക് B.Ed ടീച്ചേഴ്സ് വരുമ്പോൾ ട്രെയിനീസ് B.Ed നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കാൻ വരും. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. എന്നെ അടിക്കത്തില്ലല്ലോ, അടിക്കൂല. സുന്ദരിമാരായ സാരി സാരി പറയാൻ വരുമായിരുന്നു. സാരി ആയിരിക്കും, സുന്ദരിയായിരിക്കും. അത് എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാ B.Ed ട്രെയിനീസും സുന്ദരിമാരായിരിക്കുന്നില്ലേ. സത്യം സത്യം. അന്നേരപ്പോ വരും. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടം. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാൻ നോക്ക്. കാരണം പോകുന്നോടെ വരെ നമ്മൾ സേഫാ, ഭയങ്കര സേഫ് ആണല്ലോ. അത് ആകെ അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഒരു 40 days ആണ്. ഇപ്പൊ അത് വന്നിട്ട് 79-80 days ആയിട്ട് കുറച്ചുകൂടെ കാലം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിത് തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഒരു കാര്യം ഭയങ്കരമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മളീ പറയുന്ന സമൂഹത്തിന്റെ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു ടീച്ചർ ആയാൽ സാരി ഉടുക്കണം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എഴുതിയേക്കുന്നുണ്ട്, ടീച്ചർ ജോബാണ് ഏറ്റവും നല്ലത്, കാരണം വൃത്തിക്ക് സാരി ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ്. വെക്കേഷൻ കിട്ടും, വൈകുന്നേരം വീട്ടിലെത്താം, ഭർത്താവിനും കുട്ടികൾക്കും വെച്ചുണ്ടാക്കി കൊടുക്കാം. റൈറ്റ്? അപ്പൊ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്താണ് ഇങ്ങനെ ടീച്ചേഴ്സിന്
അവർക്ക് അതായത് ഇവരെങ്ങനെ ആയിരിക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ കാലഘട്ടത്തിലെ ആളുകൾ ടീച്ചർമാരായിട്ട് വന്നപ്പോഴത്തേക്കും സാരി മാറി ചുരിദാർ ഇടാനായി. കാരണം കംഫർട്ട്. കാരണം ഈ പറയുന്ന വീട്ടിൽ ഈ പറഞ്ഞ ശനിയും ഞായറും അല്ലാത്ത ദിവസങ്ങളിൽ പണിയെടുക്കേണ്ടത് ഇവർക്ക് ചുരിദാർ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഒന്ന് വെളിയിൽ പോകാൻ പറ്റത്തുള്ളത്, ക്ലാസ്സിൽ പോകാൻ പറ്റും പെട്ടെന്നുള്ളൊരിത്. അപ്പം അതൊന്ന് ഉൾക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ചുരിദാർ ഇട്ടെങ്കിലും മനോഭാവം ഇപ്പോഴും അവരുടെ 70-80 കാലഘട്ടത്തിലെ ടീച്ചർമാരുടെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ടീച്ചർമാർ ചുരിദാർ ഇടുന്നുണ്ട് കംഫർട്ടിന് വേണ്ടിയിട്ടും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടും. പക്ഷെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെന്നുള്ള മനോഭാവം എല്ലാവരിലും ഉണ്ട്. എങ്ങനെയുണ്ട് പഠിപ്പിച്ചപ്പോൾ പുതിയ BEd പിള്ളേരിൽ പഠിപ്പിച്ചപ്പം അല്ല നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഈ കൺവെൻഷണൽ മെത്തേഡിനെയൊക്കെ ചവിട്ടി പൊളിക്കണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത്? ആദ്യം പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് തുടങ്ങാം. ചുരിദാർ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പം ഞാൻ 2020 അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചുരിദാറും ഉണ്ട് സാരിയും ഉണ്ട് യൂണിഫോം ആയിട്ട്. ആഴ്ചയിൽ 1-2 ദിവസം സാരിയാണ്. ഞാൻ പോകുമ്പോൾ നമുക്ക് പുതിയ പോളിസീസ് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഇവിടെ സാരി വേണ്ടെന്ന്. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സീനിയർ ടീച്ചേഴ്സ് അവർ ഒരു ദിവസമെങ്കിലും ഞാൻ പറഞ്ഞ എന്തിന് സാരി എടുത്ത് വരുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം, എന്നിട്ടും ഞാൻ എടുക്കുന്നത് ഐ ഫീൽ ഐ എം സോ ബ്യൂട്ടിഫുൾ ഇൻ സാരി, ദാറ്റ്സ് വൈ. അതുകൊണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ്. പക്ഷേ ഈ ഇത്രയും സാധനങ്ങൾ പൊക്കണൊക്കെ കൊണ്ടുവരുന്ന ഈ പിള്ളേർ എന്തിനാണ് അത് സാരി എടുക്കുന്നത്? ലെറ്റ് ദം ബി ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ഇൻ ചുരിദാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ഒരു മനോഭാവം. ചുരിദാറും സാരിയും ജീൻസൊക്കെ ഇടുന്നു എന്നുള്ളതല്ല, ഒന്ന് നമ്മൾ വളർന്ന സിറ്റുവേഷൻ, നമ്മളെ വളർത്തിയ രീതി, അത് നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ടും നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ മാറാൻ തയ്യാറാവണം. എനിക്ക് തോന്നുന്നത് ഞാൻ പോയിടങ്ങളിലൊക്കെ പിള്ളേർ വേഗം കണക്റ്റ് ആവുന്നത് ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്. ആ ഒരു ചിലർ വന്ന് പറയും മാം ഇങ്ങനെ സാരി ഉടുത്ത് ഇങ്ങനെ മാല ഇട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടും ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ പറ്റുന്നത് ഞങ്ങൾ അധികം ആളെ കണ്ടിട്ടില്ല, മാം മാറരുതേ അങ്ങനെ പറയുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ സന്തോഷം എന്ന് പറയാം. കാരണം അവർക്ക് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ പിള്ളേർക്ക് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളങ്ങനെ ഹാപ്പി ആയിരിക്കുന്നതുകൊണ്ടാണ്. ലൈഫ് ഇസ് ടു ബി ഹാപ്പി എന്ന് തോന്നുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നമ്മൾ ചിന്തിക്കേണ്ടത് ഹാപ്പി ആണോ അല്ലേ. പക്ഷേ ഇതുപോലെ തന്നെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ വേണ്ടേ എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ പങ്കുണ്ട്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് ദേ വർ ബ്രോട്ട് അപ്പ് ലൈക്ക് ദാറ്റ്. അവർക്ക് ഇനി എപ്പോഴെങ്കിലൊക്കെ അതിൽ വ്യത്യാസം തോന്നുമായിരിക്കും. പിന്നെ ഒരു ഭയത്തിൻ്റെ കാര്യം കൂടെ ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്താൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കൂലേ, എന്നെ പറ്റി എന്തെങ്കിലും പറയൂലേ, അപ്പോൾ എനിക്ക് അങ്ങനെ മാറാൻ പറ്റുമോ, ഞാൻ കുലസ്ത്രീയെ ഒതുങ്ങുന്നതല്ലേ നല്ലത് എന്ന് തോന്നുന്നവരുണ്ട്. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി വരുവായിരുന്നു. കാരണം ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സമൂഹത്തിനൊരു ഫ്ലക്ച്വേഷൻ ഉണ്ട്, മാറ്റമുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇരിക്കുന്നു, കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നു. ഇപ്പോൾ പല ടീച്ചേഴ്സും ഫേസ്ബുക്കിൽ തന്നെ അവർ ടീച്ചറായിട്ട് എഴുതുന്നുണ്ട്, പണ്ട് ഞാൻ ചെയ്തത് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ച ഒരാൾ, മിസ് പഠിപ്പിച്ച ഒരാൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരൊരു ഇൻസ്പിറേഷൻ ആയെന്ന് വിചാരിക്കുക. ടീച്ചർ മിസ് ഒരു ഇൻസ്പിറേഷനാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പാട്രിയക്കെതിരെ മത്സരിക്കുകയാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്കാണ്. ഇപ്പറ ഒരു കൂട്ടം ആളുകൾ നമ്മളുടെ പഴയ രീതി ഫോളോ ചെയ്യുന്നവരാണ്. ഈ ഒറ്റപ്പെടുന്ന ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ അതോടം കൊണ്ട് മുറിച്ചിട്ട് ഇവരുടെ ഒപ്പം ഒഴുക്ക് വെള്ളത്തിൻ്റെ ഒപ്പം നീന്തണം, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കുമോ നമുക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയും പഠിപ്പിക്കാം കുഞ്ഞുങ്ങളിലേക്ക്, നമുക്ക് ഇങ്ങനെയും ചെല്ലാം എങ്ങനെയായിരിക്കും മിസ് അവരോട് പറയാം? എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പുതിയ യുഗത്തിനോട് നമ്മൾ പുതുതായി കണക്ട് ചെയ്യുന്ന രീതി ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് മാത്രം ഓക്കെയാണ്, നമ്മൾ ഒറ്റപ്പെടുന്നു അവിടെ എന്നുള്ളത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ആക്ച്വലി എന്നുള്ളതാണ് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻസ്പിറേഷൻ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേരെടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് കൃഷ്മ ആദ്യമായിട്ടൊരു സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയപ്പം ഇൻ്റർവ്യൂ ചെയ്യുമ്പം കൃഷ്മയെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ അവൾ എന്നോട് വന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്മ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ പ്രിൻസിപ്പളല്ല, 2017 ഞാൻ ഖത്താറിലായിരുന്നു. തിരിച്ച് വന്ന ഉടനെ ഒരു സൈക്കോളജീൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ മുഴുവൻ കഴിഞ്ഞപ്പോൾ കൃഷ്മ എണീറ്റപ്പം കൃഷ്മേനോട് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബോർഡ് ആദ്യം ചോദിച്ചത് ആരാ സൈക്കോളജി പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അവൾ വേഗം രേഷ്മ മിസ്, എൻ്റെ രേഷ്മ മിസ് എന്നുകൊണ്ട് അവിടെ തിരിച്ച ചെയറിലിരുന്നു. അവളുടെ കണ്ണിലങ്ങ് വെള്ളം പൊടിഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഇത്രേ ആ ആള് നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്റർവ്യൂവിൽ മൊത്തം അവൾ പറഞ്ഞതിന്റെ ഒരു കാര്യത്തിലുള്ള സൈക്കോളജി അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കുറെ കാലമായിട്ട് പഠി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അവൾ നടന്ന് നീങ്ങുമ്പോൾ അവൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ഇന്ന് മിസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. അങ്ങനത്തെ പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുക, അവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ഇത് പറ്റും. ഞാൻ പറയും ധീരതയോടെ മുന്നോട്ട്, അത്രയേ ഉള്ളൂ. ഇനി അത് പറ്റുന്നില്ല, അവരോട് വെച്ച് ഉറപ്പിക്കുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോരെ. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഇറങ്ങി പോരുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു സ്ഥലത്ത് ചെന്നാൽ വൈറ്റ് പർപ്പസ് ഇമ്പോർട്ടൻറ്റ്, അതിനുള്ളൊരു മാർഗം കണ്ടെത്തി വെച്ചേക്കണം. അതിനുള്ള മാർഗം പെട്ടെന്നില്ലെങ്കിൽ കുറച്ച് സമരസപ്പെട്ട് പോവുക. ടാക്ടിക്സ് ആണൊക്കെ, കുറച്ച് സമരസപ്പെട്ട് പോവുക. സമരസപ്പെട്ട് പോയി മറ്റൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ ജോലിയിൽ അന്വേഷിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മാറുക. പക്ഷെ ഒരിക്കലും സമരം നിർത്തരുത്. ബിക്കോസ് നമ്മളേ ഉള്ളൂ, നമ്മളെ കണ്ട് കുറേ പേര്
ആഗ്രഹിച്ചോ ഇൻസ്പയർഡ് ആവുന്നുണ്ട്. അപ്പൊ എന്നോട് നേരത്തെ വൈറൽ വീഡിയോയുടെ കാര്യം ചോദിച്ചില്ലേ, ഇത് ചോദ്യം അല്ലെങ്കിലും സൂചിപ്പിച്ചോട്ടെ. അത് ഞാൻ ചോദിക്കാൻ പറ്റും, ഞാൻ ചോദിക്കും എന്താണ് എവിടെ പോകുന്നു ധൃതിയൊന്നുമില്ല, എനിക്ക് പാതൊക്കെ പറഞ്ഞു പോയാൽ മതി. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്കും ഭയങ്കര ഫീൽ ചെയ്തു. കാരണം എൻ്റെ ഒന്നും ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഇങ്ങനെ ഡിഗ്രി വരെ എടുത്തു പറയത്തക്ക ഒരു അധ്യാപകരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, ഒരു അധ്യാപകരും. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് PG ഒരു ടീച്ചർ, എൻ്റെ ജേർണലിസത്തിൽ എൻ്റെ ആ മിസ് മാത്രമല്ല ബാച്ച് എനിക്ക് എന്തോ ഭയങ്കര പ്രീഷ്യസ് ആയിരുന്നു. എന്നാൽ എൻ്റെ ഡിഗ്രി ബാച്ച് എനിക്ക് അത്രയും പ്രീഷ്യസ് അല്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ PG ബാച്ച് ഞാൻ അറിയില്ല, ഞാൻ 35 പേരുള്ളതിലും എന്തോ ഞാനത് വലിയ എന്നെ ആസ്വദിക്കുന്നവർ, നമ്മളുടെ ചെറിയ തമാശകൾ ആസ്വദിക്കുന്നവർ, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. ദിസ് ഇസ് ദെയർ ഫോർ എവറി ഹ്യൂമൻ ബീങ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമ്മൾ ചുമ്മാ പറയണേ എന്നെ നോക്കണമെന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കണമെന്നില്ല. നോ, വി ഓൾ നീഡ് റെക്കഗ്നിഷൻ. ആ റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ അപ്പം ശരണ്യാനെ മനസ്സിലാക്കിയത് അവരാണ്, ഉള്ളിലെ കേപ്പബിലിറ്റീസ്, കപ്പാസിറ്റീസ്, ടാലന്റ്. അപ്പോൾ അവർ പറഞ്ഞതിൽ നിന്നും യു ആർ സോ ഹാപ്പി. അത് തന്നെ കറക്റ്റ് സാധനം, ഹാപ്പിനെസ് ആണ് അറ്റ് ദ എൻഡ്. അതിനുശേഷം ടീച്ചർ എന്നെ കോളേജിൽ വിളിപ്പിച്ചിട്ട് ഇപ്പോൾ ഫ്രഷേഴ്സ് ബാച്ച് വരുമ്പോൾ സംസാരിക്കാനൊക്കെ ഇടയ്ക്ക് വിളിപ്പിക്കും. ഞാൻ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയുന്നത് എന്നെ പോലെ ആവാനല്ല, ഹാപ്പിനെസ് നിലനിർത്തും. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, നമ്മളെ സംസാരത്തിൽ കൂടുതൽ വരുന്നതും ആ വാക്കാൻ തോന്നുന്നു, സന്തോഷം, ഹാപ്പിനെസ് ഉള്ളത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതാവണം നമ്മൾ. അതാവണം. ഇപ്പൊ സമരസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. ഒരാൾ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ടെമ്പേർഡ് ആവും, എന്നാൽ അതേപോലെ താഴുകയും ചെയ്യും. അതേപോലെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് യുദ്ധം പുറപ്പെടും. എൻ്റെ അടുത്ത് പെട്ടെന്നാണ് യുദ്ധം പോകുന്നത്. പക്ഷെ കുറച്ചുകൂടെ ജഗതി പറഞ്ഞാൽ അതിന് മൂടില്ല, തിരിച്ചു വരാൻ സ്ഥിര സാധനമാണ് എൻ്റെത്, മനസ്സിലായി. പക്ഷെ നമുക്ക് ഫീൽ ഉണ്ട്, ഇത് ചെയ്തേ പറ്റുള്ളൂ. നമ്മളല്ല വേറൊരാൾ ഇത് ചെയ്യാനില്ല. നമ്മളാണ് ചിലത് തുടങ്ങി. മിസ്സും അതുപോലെ തന്നെ തുടങ്ങി വെച്ച ഒരാളാണ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ. ഇപ്പം മിസ്സിൻ്റെ ഒരു വീഡിയോ വൈറലായത് ഞാൻ പറയാം. നിങ്ങളൊരു 5-6 പെണ്ണുങ്ങൾ ഇരുന്നിട്ട് എന്ത് രസമാണ് നിങ്ങളെയൊക്കെ കാണാൻ. എൻ്റെ പൊന്നെ, ഞാനെന്നാണ് ഞാൻ പറഞ്ഞേ എന്നെയൊക്കെ എടുത്ത് എന്നാ ചെയ്യണ്ടേ. ഭയങ്കര അതായത് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യമുണ്ട് കേട്ടോ, ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം, അതായത് എന്താ പറയുക, സ്റ്റെബിലിറ്റി. എക്സാക്ട്ലി, ദാറ്റ് ഈസ് എ മെയിൻ പോയിന്റ്. കാശ് വേണം കയ്യിൽ. നമ്മൾ പറയില്ലേ പണത്തിന് സന്തോഷം കൊണ്ടെത്തി തരാൻ പറ്റില്ല എന്ന്. പറ്റും. പണം ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. പണം ഉണ്ടെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളുടെ കൂടെ റിസോർട്ടിൽ പോയിട്ട് 2 ദിവസം അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. പണം ഉണ്ടെങ്കിൽ നമുക്കൊരു മൂവിക്ക് പോകാൻ പറ്റൂ. സോ പണം ഹാപ്പിനെസ് കൊണ്ടുവരുന്നതിൽ പണം മാത്രമല്ല ഹാപ്പിനെസ്, പണത്തിലൂടെ സാധ്യമാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തതെന്നേ ഉള്ളൂ. ആ അന്ന് കണ്ട ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമാണ്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട് സിറ്റിയിലെ പ്രോവിഡൻസ് ഗേൾസ് ഹൈസ്കൂളിൽ നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ് ഞങ്ങൾ. 12 പേര്. 10ാം ക്ലാസ് കഴിഞ്ഞ് പല വഴിക്ക് പിരിഞ്ഞെങ്കിലും 2012 കാലഘട്ടത്തിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തി. ആ ഗെറ്റ് ടുഗദറിൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേർന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ട് വെച്ചു. കാലിക്കറ്റിലുള്ള കുറച്ച് ആൾക്കാർ, ഞാൻ ഖത്തർ ഗൾഫിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പോലെയായിരുന്നു ഞാൻ. ആ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അങ്ങ് വല്ലാണ്ട് കയറി അടുത്തു. പിന്നെ ബാക്കിയുള്ളവരില്ലേ, നമ്മൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മാത്രമേ ഒരു ഗ്യാങ് എന്നത്. അങ്ങനെയാ ഇവരുടെ 12 പേരെ പിരിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു നിങ്ങളൊക്കെ ആരാ, ഞങ്ങളൊക്കെ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒരുമിച്ചായത്. പക്ഷെ ഒരുമിച്ചായപ്പോഴാണ് അണ്ടർ ദ സൺ നമുക്ക് എന്തും സംസാരിക്കാം. മാത്രമല്ല ഇപ്പം വിട്ട് നമ്മൾ നിൽക്കുമ്പോഴേ എൻ്റെ ജീവിതം തന്നെയാണ് അവരുടെ മേലെ, എൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് അവരുടെയും പ്രശ്നങ്ങൾ, നമ്മൾ അറിയുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ സെയിമാ. ആള് സ്ഥലവും മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പം വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു മൈ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡിനോടുള്ള ഐ എം സ്റ്റാൻഡിങ് ലൈക്ക് ഹിയർ. എൻ്റെ PhD പോലും ആളുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം നടന്ന് ഞാൻ പറയും. എന്നാലും ഞാൻ പറയട്ടെ, അതൊക്കെ ആണെങ്കിൽ പോലും വൈകുന്നേരം വീട്ടിലെത്തുമ്പം രാത്രിത്തേക്ക് എന്താ, നാളെ രാവിലത്തേക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാ വീട്ടിലും ഉണ്ട്. അത് ഡോക്ടർ ആവട്ടെ, PhD പ്രിൻസിപ്പൾ ആവട്ടെ, ആരാവട്ടെ, ഇതെല്ലാ പെണ്ണുങ്ങളുടെയാണ്. നമ്മൾ ടൂർ പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തി എന്താ ചെയ്യുക, ഹസ്ബൻഡും മക്കളും ദേ വിൽ ഗോ ടു ദിയർ ഓൺ റൂംസ്. അത് ഇതിന് പെണ്ണുങ്ങൾ വേഗം അടുക്കളയിലേക്ക് പോയിട്ട് എന്താണ്, ഇപ്പം ഉച്ചയ്ക്കാണ് വന്ന് കയറിയെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള എന്താ, അത് ഞാനത് വിട്ടു. അത് വിടാൻ കാരണം എൻ്റെ ഈ ഫ്രണ്ട്സാണ്. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പിന്നെ അതിനെ കുറച്ചുകൂടെ യെസ് വെക്കുന്ന അല്ലെങ്കിൽ അനുവദിച്ച് തരുന്ന ഒരു ഭർത്താവും മക്കളുമാണ് എൻ്റെ കൂടെ ഉള്ളതെന്നാണ്. ഞാൻ കുറച്ച് കല്ലെടുത്ത് വെക്കാം, കിട്ടാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ പണിയെടുക്കുന്ന പെൺപിള്ളേർ നീ പറഞ്ഞു ഓടിക്കുന്നു. ഇപ്പം നമുക്കൊരു ഞാൻ പറയട്ടെ, ആ പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് സ്നേഹവും കൂടെയാണ്. ഇപ്പം ദോഹയിലാകുമ്പം ഞാൻ വീട്ടിലെത്തുന്ന സമയം തന്നെ അവിടെ നമുക്ക് രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സ്കൂള്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് സ്കൂളിൽ പോകണേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എണീറ്റ് ഉണ്ടാക്കണു, 4 ടിഫിൻ ബോക്സിലാക്കണു, ഹസ്ബൻഡും ഞങ്ങൾ 3 ആളും കൊണ്ടുപോകണു. ഉച്ചയ്ക്ക് ഞങ്ങൾ വരുന്ന സമയം 1:30-2 മണി, ആൾ വരുന്ന സമയം ഒരു 3 മണിയാണ്.
അപ്പോൾ ആൾ കഴിച്ചിട്ടായിരിക്കും വരിക, ചിലപ്പോൾ കഴിക്കാണ്ടായിരിക്കും വരിക. എന്തൊക്കെയായാലും ആളൊരു വൈകുന്നേരം വന്ന് കയറിയിട്ട് എന്നോട് ഇത്തിരി ചായ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് പേപ്പർ നോക്കാണ്ട് ഇത്തിരി ചായ എടുക്കും കൊണ്ട് തരണേന്ന് പറയും. അപ്പം അത് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവുന്നത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെ ഇരിക്കുന്നത്, അല്ല ഇപ്പോൾ പേപ്പർ നോക്കാണ്ട്. അതനുസരിച്ചിട്ട് ആൾ പോയി ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. സ്നേഹം ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളതിന് ഫോഴ്സ്ഡ് ആണ്. അപ്പോൾ ഐ വാസ് ഫീലിംഗ് ദാറ്റ് വഴക്കിഷ്ടം പോലെ ഉണ്ടാക്കും, പക്ഷേ ബേസിക്കലി ആ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവണം. സൗഹൃദത്തിനിടയിലാണെങ്കിലും ഭാര്യ ബന്ധത്തിനിടയിലാണെങ്കിലും മക്കളും അമ്മയും തമ്മിലാണെങ്കിലും. എൻ്റെ മക്കളിപ്പം ഈ അടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാൽ എന്തോ കണ്ടാണ്, അറിയാമോ, ഈ പെരി മെനപ്പോസ് എന്ന് പറയും, മെനപ്പോസ് സ്റ്റേജിന്റെ മുമ്പുള്ള എൻ്റെയൊക്കെ ഒരു അവസ്ഥ. ഞാനിപ്പം ഐ എം റണ്ണിങ് 50, 50ാമത്തെ വയസ്സാണ്. അപ്പോൾ ഈ പെരി യെസ് ദോ ഐ ഡോണ്ട് ലുക്ക് സോ പിന്നെ കുറച്ച് എന്നോട് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യെസ്. അപ്പോൾ അവർ അതിലൊരു ലേഡി പറയുന്നതാണ് ഈ ഹോർമോണ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് തിരിച്ചറിയുന്നത്. ഈ ഹോർമോൺ നമ്മളെങ്ങനെ ഭയങ്കര നർച്ചറിങ് ആണ്, സ്ത്രീകളെ കൂടുതൽ നർച്ചറിങ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെവൽ ഇങ്ങനെ താണുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതാണ്ട് ഇവിടെ എത്തുമ്പോൾ എന്തിനപ്പോൾ എല്ലാവരും ഞാൻ തന്നെ ചെയ്യുന്നത്, എനിക്ക് മാത്രം ചെയ്തു വിടുക. മറ്റേ സ്റ്റേജ് കുറച്ചുകൂടെ ഇവിടെ എത്തുമ്പം ഓയ് കൊടുക്കുക കുറച്ചുകൂടെ എടുത്തുമ്പം ഐ എം ഗോണ കിൽ യു പീപ്പിൾ എന്ന് വെച്ചാൽ അങ്ങനെ. അപ്പം ഞാൻ മോനോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയാണ് പറയണത്. അപ്പോൾ അമ്മ പണ്ടേ അങ്ങനെയാണല്ലോ വെച്ചാൽ പെരിമെനപ്പോസ് എത്തേണ്ട ആവശ്യമില്ല, അമ്മ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ. എന്റെ അമ്മ നേരത്തെ അതൊക്കെ ആയിരുന്നു, ഇപ്പോഴാണ് കണ്ടുപിടുത്തം. അതാണ് എന്ന് വെച്ചാൽ സി ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഭക്ഷണം വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് ഭർത്താവിനോട് മക്കളോട് എനിക്ക് വെക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് വാങ്ങിക്കോ, അതിൽ നിങ്ങൾക്ക് ആർക്കും കുക്ക് ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്യും, ഞാനും കൂടെ ചേരാം, ഞാൻ ഇരിക്കാം കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഉള്ളൊരു ഇതിൽ ഒരുപാട് മാറ്റമുണ്ട്. പണ്ടൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ചെയ്തേ പറ്റും, അതെന്തോ അവരുടെ ഡ്യൂട്ടിയാണ്, ഇല്ലെങ്കിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഭർത്താവിന് നല്ല ഭക്ഷണം ഇറങ്ങത്തില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയും സ്ത്രീകളുടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പെട്രിയാർക്കിന്റെ എല്ലാം പെട്രിയാർക്കിന്റെ ഫലമാണ് ചിലരുടെ കാര്യത്തിലേ. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ഏറ്റവും വേണ്ട സൗഹൃദമാണ്. സൗഹൃദം കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശാന്തേട്ടന് ലൈക്ക് വാട്ട് അതേഴ്സ് വിൽ തിങ്ക് എന്നുള്ള ഭയങ്കര ചിന്ത ഉണ്ട്. എനിക്കാണ് ആരെന്ത് ചിന്തിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ള ചിന്തയുണ്ട്. ഇത് ഭയങ്കര ഒരു കോൺട്രാഡിക്ഷൻ ആണ് രണ്ടുപേരും വരുമ്പോൾ. അത് ഭയങ്കര അതിലുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞില്ല, അത് ചില സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങളെ വരെ ബാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ സൗഹൃദങ്ങൾ അത്രയും 12 പേരെ, എനിക്ക് തന്നെ അസൂയ വരുന്നത്. ഞാൻ എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ പഠിച്ച ആൾക്കാർ, പിന്നെ നമ്മളൊരു നാട്ടിൽ വളർന്നുകൊണ്ട് അവരെയൊക്കെ നമുക്കറിയാം, നമുക്കിപ്പോഴും അറിയാം, കണക്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും 50 വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങൾ കാണുക, അല്ലെങ്കിൽ 45 വർഷം തന്നെ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. അതും സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇത് സാധിക്കാൻ വലിയ പ്രശ്നങ്ങളില്ല, കാരണം അവർക്ക് കുറച്ചുകൂടെ സോഷ്യലാണ്, കുറച്ചുകൂടെ പുറത്ത് പോകാനുള്ള അവസരങ്ങൾ കൂടുതലുണ്ട്. നമുക്കാകുമ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ ഇപ്പൊ കുറെ റീൽസ് ഉണ്ട്, ഓരോ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ആദ്യമേ ചാടിയിട്ടുണ്ട്, റീൽ ഇപ്പോഴാണ് വന്നത്. അന്ന് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അന്നേ മില്ലിന്റെ കാര്യം പറഞ്ഞപ്പോ മോൾ എന്താ കമന്റ് അടിച്ചെന്ന് പറഞ്ഞാൽ മോള് ലൈക്ക് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ഞങ്ങൾ രണ്ടാൾ അങ്ങോട്ടും കൂടി അഡ്മയറേഴ്സ് എന്ന് പറയാം. അവളൊരു 1-1.5 ഡാൻസറാണ്. അതിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന പോലെ തന്നെ അവൾക്ക് എൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഹാപ്പി ആവണതും ഞാൻ കൂടുതൽ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ആദ്യം എന്നോട് പറയുന്ന ഒരാൾ എൻ്റെ മോളാണ്. അപ്പോൾ അവളാണ് എന്നെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യുക, അമ്മ അത് ചെയ്ത് അങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ഈ ഒരു വൈറൽ ഇപ്പം പറഞ്ഞ ഒരു വീഡിയോ വൈറലായപ്പം മോള് അത് 1 മില്യൺ ആയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നോക്കണേ അമ്മേ, ഞാൻ എൻ്റെ 20ാം വയസ്സിൽ കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പം അമ്മയൊക്കെ നിങ്ങളുടെ ലേറ്റ് 40s കയറി അങ്ങ് 1 മില്യൺ അടിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ യങ് ജനറേഷൻ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആൻഡ് ഷീ ഈസ് ദെയർ, നമ്മുടെ കൂടെ നിൽക്കുകയാണ്, അങ്ങനെ ചെയ്യൂ, ഇനിയും വീഡിയോസ് എടുക്കും എന്ന് പറഞ്ഞിട്ട്. അല്ല ഇപ്പം ഈ മകളുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു വലിയ കാര്യം കേട്ടോ, വലിയ ഫാക്റ്റാണ്. കാരണം ഞാൻ എൻ്റെ അമ്മേനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പല കുഞ്ഞുങ്ങളും അതായത് ഇത്തിരി ഐഡിയോളജിയിലൊക്കെ വെച്ച് നിന്നിട്ട് അവരവരുടെ അമ്മമാരെയും അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പം നോക്കിയാൽ മതി, ഒരുമാതിരി ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം സ്ത്രീകൾ ഭയങ്കര കൂടുതലാണ്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് എപ്പോഴും ആ സമയത്ത് ഇവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നവരുണ്ട്, അവരുടെ സ്റ്റേജാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും മോളില്ലെങ്കിൽ പോലും. പക്ഷെ വേറൊരു സ്ത്രീക്ക് അവരുടെ ലൈഫിൻ്റെ ഈ സ്റ്റേജിലെത്തിയാൽ സുഹൃത്തുക്കളില്ലെങ്കിൽ പിന്നെ എല്ലാം പറയാനും അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ആകെയുള്ളത് കുട്ടിയാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു അമ്മയ്ക്ക് എനിക്കറിയില്ലത് പറഞ്ഞാൽ എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ, എന്നാൽ ഞാൻ എപ്പോഴും പറയട്ടെ, ഒരു അമ്മയ്ക്ക് ഏറ്റവും വലിയ കൂട്ടെന്ന് പറഞ്ഞാൽ മദർ ഇസ് ബ്ലെസ്ഡ് വെൻ ഷീ ഹാസ് എ ഡോട്ടർ. ഒരു പെൺകുട്ടി വേണം എല്ലാ സ്ത്രീകൾക്കും, ഞാൻ എപ്പോഴും പറയും. കാരണം എനിക്കത് ഫീൽ ചെയ്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് 2 വയസ്സാകുമ്പം സി ഇറ്റ് നോർമലി ഹാപ്പൻസ്, ഭാര്യയും ഭർത്താവുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയൊക്കെ താമസിക്കുമ്പം നമ്മൾ അറിയാത്ത പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക. അവൾക്ക് 2 വയസ്സാകുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി. ഞാനപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഒരു മുറിൻ്റെ കോർണറിൽ ഇങ്ങനെ ഇരിക്കുമ്പം അവൾക്കറിയാം അവളുടെ കസിൻ എൻ്റെ ചേച്ചിയുടെ മോളുടെ ഒരു ഡാൻസ് ഉണ്ട്, പ്രത്യേക ഡാൻസ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഡാൻസിൻ്റെ പ്രത്യേക സ്റ്റെപ്പാണ്. ഞാൻ ഇപ്പോഴും കണ്ട് ചിരിക്കും, കിത്തു ഡാൻസ് വന്ന് ചിരിക്കാറുണ്ട്. ഞാനങ്ങനെ സങ്കടപ്പെട്ടിരുന്ന അവൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് ആ ഡാൻസ് കളിക്കാൻ തുടങ്ങും. ദെൻ ഐ വാസ് റിയലൈസിങ്
2 വയസ്സായിട്ടുള്ള കുട്ടിക്ക് 2-2.5 വയസ്സിലാണ് അവളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മതി എനിക്ക്. ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് പോയാൽ വേറെ ആരില്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഇപ്പോഴും പറയും അവളുടെ ശവത്തെ ചവിട്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ മേലേക്ക് എത്താൻ പറ്റുമോ. ഇത് അപ്പോഴും ദാറ്റ് ഇസ് ഇറ്റ്. ഡോട്ടേഴ്സ് ഉണ്ടാവുന്ന ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ബ്ലെസ്ഡ് ആണ്. ആൺകുട്ടികളുടെ അമ്മമാർ ബ്ലെസ്ഡ് അല്ലെന്നല്ല പറയണത്. എനിക്കും ആൺകുട്ടി ഉണ്ട്, മോനാണ്. പക്ഷേ സി ദേ ഹാവ് സെർട്ടൺ ബൗണ്ടറീസ്. അവർക്ക് നമ്മളോട് വന്ന് നമ്മളാവാൻ പറ്റില്ല. മോൾ എൻ്റെ ഒരു പ്രതിരൂപമാണെന്ന് വേണം എനിക്ക് പറയാം. പക്ഷെ മോൻ അങ്ങനെയല്ല. മോൻ എന്തുണ്ടാവും പറയാനൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലും ഹി വിൽ ടെക്സ്റ്റ് ചേച്ചി നാച്ചി എന്നാണ് വിളിക്കുക. നാച്ചി ഒന്ന് അമ്മേനെ വിളിക്കുമോ, എനിക്ക് പറയാൻ വാക്കുകൾ അറിയില്ല, അതുകൊണ്ട് ചേച്ചി നാച്ചി ഒന്ന് വിളിച്ചിട്ട് ഒന്ന് അമ്മേനെ കൺസോൾ ചെയ്യുമോ എന്നാ പറയാ. അപ്പം ദർ ആർ ബോയ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഗേൾസ് ഇല്ലാത്ത അമ്മമാർക്ക് അത് മനസ്സിലാവില്ല. ഗേൾസ് നമ്മൾ തന്നെയാണ്, നമ്മൾ അത്രയും മനസ്സിലാക്കും. അല്ല, അത് എനിക്കത് ഇപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ അപ്പം പറഞ്ഞൊരു ഡയലോഗാണ്. ഞാനുണ്ടായി കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ നിലത്തും താഴെ വെക്കുന്നില്ല. ഇഷ്ടം എന്താന്ന് പറയുമ്പോൾ അച്ഛൻ അവരുടെ ഡയലോഗാണ് കേട്ടോ. ചാകുമ്പോൾ തലയ്ക്ക് മേളിൽ നിന്ന് കരയുന്ന ആളാണ്. കാരണം ചങ്കടിച്ച് വരെ. പക്ഷെ സത്യത്തിൽ ഞാൻ കരഞ്ഞിട്ടില്ല അച്ഛൻ മരിച്ചു. ഞാൻ തലയ്ക്ക് മേളിൽ ഇരുന്നില്ല. അതാണ് ചേട്ടനായിരുന്നു. ചേട്ടനായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ സമയം എൻ്റെ അച്ഛനെ ഏറ്റവും നന്നായിട്ട് വിടുക എന്നുള്ളത് പറഞ്ഞയക്കുക. കാരണം അച്ഛനുള്ള സൗഹൃദങ്ങൾ അച്ഛൻ്റെ ഏറ്റവും എനിക്കറിയാം. എൻ്റെ ഒരു മനസ്സാക്ഷിപ്പ് സൂക്ഷിക്കാരൻ പോലെ തന്നെ അപ്പൻ്റെ ഒരു മനസ്സാക്ഷിപ്പ് ഞാനും ഉണ്ട്. അല്ല അമ്മയുണ്ട്, ഞാനും ഉണ്ട്. പക്ഷെ ഇപ്പം അതിനച്ഛൻ പോയതിന് ശേഷമാണ് അമ്മേനെ ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടന്നത്. പക്ഷെ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ അവർക്കൊരു പേടിയാണ് നാട്ടുകാർ വീട്ടുകാരനൊക്കെ ഉള്ളത്. പക്ഷെ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ എത്ര പ്രാവശ്യം ടെക്സ്റ്റ് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. കുറച്ചുണ്ട് ടെക്സ്റ്റ് ചെയ്തിരുന്നു. ആ ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ എന്തായാലും പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാര്യം, വീഡിയോ വൈറലായപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തേതല്ല രണ്ടാമതൊരു വീഡിയോ വൈറലായപ്പം എന്നെ കണക്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, ഞാൻ തർക്കം പറയുന്നേ ഇല്ല. അതിൽ ആണുങ്ങളുടെ മെസ്സേജസ് ഒക്കെ നോർമലി അറിയാമല്ലോ, ഞാൻ കുറ്റം പറയല്ല. ഒരു പെണ്ണ് പബ്ലിക്കായിട്ട് അക്കൗണ്ട് വയ്ക്കുന്നു, ഇതുപോലെ ചാടിത്തുള്ളണു, ആടിക്കളിക്കുന്നു, പാട്ട് പാടുന്നു, അപ്പം ദേ വിൽ ട്രൈ ഫോർ ഷുവർ. അപ്പം ഇൻട്രസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ യു ലുക്ക് ഹോട്ട്, ബ്ലാക്ക് ഡ്രസ്സസ് ക്യൂട്ട് എന്നൊക്കെ പറയും. അപ്പം എനിക്ക് അതിലൊരു തർക്കമില്ല കേട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പോവാം. ഈ ഐ നോ ഐ എം ലുക്കിംഗ് ഗുഡ് ഇൻ ബ്ലാക്ക് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. എനിക്കത് വേണ്ട, ബിക്കോസ് ഐ ഗോട്ട് എ പേഴ്സൺ ഓവർ ദെയർ. അതില്ലെങ്കിൽ എനിക്ക് വേണം. സോ ഐ ഡോണ്ട് ബ്ലെയിം ദം. ഞാൻ അവരെ കുറ്റം പറയുന്നേ ഇല്ല, അത് അവർക്ക് ഓക്കെയാണ്. പക്ഷെ പെണ്ണുങ്ങൾ എത്ര പേരാ വന്നിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവണു. എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു, അച്ഛൻ ഇതുപോലെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു എന്നിട്ട് എന്നെ കണക്ട് ചെയ്ത പെണ്ണുങ്ങളുടെ കണക്ക് ഇറ്റ്സ് ഇമ്മൻസ്, വലുതാണ്. അപ്പോഴാണ് എനിക്ക് ഇത്രയും, ഞാൻ എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ പെണ്ണിൻ്റെ ശത്രു പെണ്ണാണെന്നൊക്കെ, ഒരു ഇന്നവേ ആണ് കേട്ടോ, കുറച്ചുണ്ട്. എന്നാൽ പോലും ഇത്രയും അധികം പെണ്ണുങ്ങൾ സമൂഹത്തിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ഓക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോവേണ്ടത് എന്ന് മനസ്സിലാവണത്. ഞാൻ കറക്റ്റിലാണ്. എനിക്ക് അത് ഈ ആളുകളുണ്ടല്ലോ, സ്ത്രീകളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം എന്താണെന്നറിയോ? അവരൊക്കെ എപ്പോഴോ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചതിലൂടെ ട്രൂ ദാറ്റ് ഒരു 30 സെക്കൻഡാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. മേ ബി ഞാൻ പറഞ്ഞില്ല, ആ ഡാൻസ് ആ പിള്ളേരുടെ കൂടെ വൈബൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം പറയാറിയോ, ഞാൻ പഠിച്ച കോളേജിൽ തുള്ളരുതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ നിന്ന് ഞങ്ങൾ അടക്കി നിർത്തുമ്പോൾ അച്ഛൻ അടക്കി നിർത്തി അങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇവിടെ കിടന്നുള്ളൂ. അച്ഛൻ വീണ്ടും ഇത് വഴി വരും, പ്രിൻസിപ്പൾ അച്ഛൻ. പെണ്ണുങ്ങൾ തുള്ളരുതെന്നായിരുന്നു. നമുക്കുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു പാട്ട് കേട്ടാൽ തുള്ളണം, റിതം ഉണ്ടെങ്കിൽ നമ്മൾ തുള്ളിപ്പോവും. അതെ, അത് എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ രക്തത്തിലുണ്ട്. തീർച്ചയായും DNA അത് അതൊരു പ്രത്യേക താളവും ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ഡാൻസ് ഒന്നും പഠിക്കണ്ട, താളം അതാണ്. ആ ഒരു റിതം കേട്ടാൽ മതി, നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരും ആയിരിക്കണം തുള്ളണമെന്നാണ്. തുള്ളല്ല, അതാണ് നമ്മുടെ സത്വം അല്ലേ? അതില്ലെങ്കിൽ നമ്മളില്ല. സത്യം. അപ്പൊ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ തന്നെ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ ടീച്ചർ എങ്ങനെയെങ്കിലും ആരെടുക്കുന്നതിന് മുമ്പ് എനിക്ക് ചൊരണ്ടി എടുക്കണമെന്നായിരുന്നു. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ സത്യം പറയാം ശരണ്യ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് ഒരു ചാനൽ വരുമ്പം എനിക്കൊന്ന് മനോരമയെന്ന് വിളിച്ചിട്ടുണ്ട്, മാതൃഭൂമിന്ന് വിളിച്ചിട്ടുണ്ട്. മാതൃഭൂമിന്ന് കണക്ട് ചെയ്തൊരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മനോരമയെന്ന് വിളിച്ചു. അപ്പോൾ അവരോട് എവിടെയാണ് കോളേജ്? മലപ്പുറം. താമസിക്കുന്ന എവിടെയാണ്? കോഴിക്കോട്. അപ്പം ഞങ്ങളുടെ യൂണിറ്റ് അല്ല, ഞങ്ങൾ കോഴിക്കോട് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യും. ഞാൻ ഓക്കെ പറഞ്ഞു, ഞാൻ തിരിച്ച് വിളിച്ചിട്ടൊന്നുമില്ല. ഇനി വിളിച്ചാലും പിന്നെ ആരൊക്കെയോ പറഞ്ഞു മിസ്സേ വിളിച്ചാൽ പോയിക്കൂടെ, അങ്ങനെ പോയിക്കൂടെ. ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു ഏഷ്യാനെറ്റിലൊക്കെ വരട്ടെ, അവർ വിളിക്കട്ടെ, അപ്പം നോക്കാം. ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് ആറിൻ്റെ ആരാധികയാണ്. രാത്രി 8 മണിക്ക് അത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ദിവസം പൂർണ്ണമാവില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു അവസാനം ഏഷ്യാനെറ്റിലും വന്നു. അതിൽ കാണിച്ചു ലൈക്ക് സോഷ്യലിസം അങ്ങനത്തെ അപ്പൊ എന്റെ സ്റ്റുഡൻസിനോട് പറയും മിസ്സ പറഞ്ഞ പോലെ തന്നെ ഒടുവിൽ ഏഷ്യാനെറ്റിൽ വരികയും ചെയ്തു. മിസ്സിന് എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു ഐ ജസ്റ്റ് സെഡ്. കാരണം നമ്മൾ എന്തിനാ വൈറൽ വീഡിയോ ട്രെൻഡിങ് വീഡിയോ അവരെടുത്ത് ചെയ്യുന്നത്, അങ്ങനെ അത് വന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്തോട്ടെ. പറഞ്ഞില്ലേ
അച്ഛൻ പെൺകുട്ടി ആയതിൻ്റെ പേരിൽ അത്രയും സന്തോഷിച്ചു എന്നുള്ളത്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, ഞാൻ ഇളയ പെൺകുട്ടിയാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളുടെയും പെൺകുട്ടി ആവുന്നതിൻ്റെ പേരിൽ അഭിമാനിക്കണം. പെൺകുട്ടികൾ മതി, പെൺകുട്ടികളാണ് ഈ ഒരു നാടിന് വേണ്ടതെന്ന് പറഞ്ഞ എൻ്റെ ഡാഡിയാണ്. ഡാഡി ഇന്നില്ല, ഡാഡി വിട്ടിട്ട് പോയിട്ട് 2 കൊല്ലമായി. ഈ ഏപ്രിൽ 1 2 കൊല്ലമാവും. ആ ഡാഡി ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ 3 ഇത്രയും ആത്മാഭിമാനത്തോടെ സെൽഫ് എസ്റ്റീമോടെ വളർന്നതും. ആരെന്ത് പറഞ്ഞാലും സാരമില്ല. ഞങ്ങളിത് പിന്നെ എനിക്ക് മൂത്തേച്ചിക്ക് 2 പെൺകുട്ടികൾ, ചെറിയച്ചിക്ക് 1 പെൺകുട്ടി, എനിക്കൊരു പെൺകുട്ടി. ഓരോ പെൺകുട്ടി ഉണ്ടാകുമ്പോൾ ഡാഡി പറയാം പെൺകുട്ടികളാവട്ടെ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പെൺകുട്ടികളാണ് വേണ്ടതെന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഊറ്റാണ് ഇപ്പോൾ ബാക്കി ആർക്കും സഹിക്കാൻ പറ്റാത്ത പോലെ നമ്മളങ്ങനെ നിൽക്കുന്നത്. അതായത് ചെറുതിലേ നമ്മൾക്കൊരു വിലയുണ്ടെന്ന് പറഞ്ഞു തന്ന് വളർത്തിയതുകൊണ്ടാണ്. അതെ, അതൊരു വലിയ കാര്യം. അല്ലാണ്ട് നീ അടങ്ങിയിരിക്കും, നീ മരം കയറരുത്, അല്ലെങ്കിൽ നീ കടയിൽ പോകരുത്. എൻ്റെ വീട്ടിൽ എനിക്കറിയില്ല, കടയിൽ പോവാം പഞ്ചസാര മേടിക്കാൻ പെട്ടെന്ന് നാട്ടുഭാഷയായി പോയി. പഞ്ചസാര മേടിക്കാൻ എന്ത് കാര്യത്തിന് റേഷൻ കടയിലൊക്കെ എന്നെ വിടും. ഞാൻ ചോദിക്കും ചേട്ടായില്ലേ, അപ്പം അച്ഛൻ പറയും കൊച്ചു പോയിട്ട് വാ. അത് ഗുണം ചെയ്തത് എപ്പോഴാണെന്നറിയോ? അച്ഛനില്ലാത്തൊരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങേണ്ടെന്നല്ല, ആ ഫുള്ള് ഫാമിലി നോക്കേണ്ടി വരുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല. ബിക്കോസ് നമ്മൾ യൂസ്ഡ് ആണ്. എൻ്റെ ബ്രദറിൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് ഞാനാ പോകുന്നത്. ബ്രദറിന് ഇന്നും ചില കാര്യങ്ങൾ അറിയില്ല. ഞാൻ ടക്കേന്ന് കാര്യങ്ങൾ നടത്തും. എവിടെ പിടിക്കണം, എന്ത് ചെയ്യണം അറിഞ്ഞാണ് വളർത്തിയെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു വലിയ കാര്യമാണ്, എല്ലാവർക്കും ഒന്നും കിട്ടണതല്ല. സോ നമ്മൾ രണ്ടുപേരും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. തീർച്ചയായും. എന്താണേലും സംസാരിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ട്. അങ്ങനെ നമ്മൾ പറയല്ലേ, സന്തോഷം കൊണ്ടിട്ടാണ് എന്തൊക്കെയോ കുറേ പറയാൻ കിട്ടുന്ന പോലെ കാര്യങ്ങൾ. പിന്നെ നമ്മളിടക്ക് നമ്മൾ രണ്ടുപേരും സംസാരിച്ച് നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ 2-3 വട്ടം ഞാൻ അല്ല, അതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നമ്മൾ ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ ആരെയും കേൾക്കാൻ വേണ്ടിയിട്ടോ ഇതൊരു ചാനലിൽ പോകണമെന്ന് വെച്ചിട്ടോ അല്ല. പക്ഷെ ചില സത്യങ്ങൾ പറയുമ്പം നമ്മുടെ കണ്ണ് നിറയും. അത് യാഥാർത്ഥ്യങ്ങളായതുകൊണ്ടാണ്. ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ എന്താ പറയുക, അതുകൊണ്ടാണ് ഹാപ്പി ആയിട്ട് ലിവ് ചെയ്യാൻ പറ്റണത്. കരണ്ടപ്പോൾ കരയണം, എന്നാൽ മാത്രമേ നമുക്ക് ചിരിക്കാൻ തോന്നുമ്പം ചിരിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ പൊട്ടിച്ചിരിക്കാനും പറ്റുള്ളൂ. നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളാണെങ്കിലും ജീവിക്കുക, പൊട്ടിച്ചിരിക്കുക അല്ലേ. ബിക്കോസ് വി ഗോട്ട് ഓൺലി 1 ലൈഫ് ടു ലിവ്. അതാണ്. അയ്യോ, ഇത് ഞാൻ പറഞ്ഞല്ല, ഏഷ്യാനെറ്റും മനോരമയൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാത്ത ആളെയാണ് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനത് പറയാനുള്ള കാരണം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫേസ്ബുക്ക് എടുത്ത് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചുകൂടെ ഒരു ഇതാവട്ടെ. അത് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഒരു ഐഡിയോളജിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ച് എനിക്ക് അതേ പറ്റുള്ളൂ. എനിക്ക് മൊത്തം അടിയിൽ നിന്ന് വെട്ടിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് പറ്റണ പോലെ ഞാനത് സൈഡ് രാഗി വരുന്നുണ്ട്. എന്താ വെച്ചാൽ അമ്മ പഴയ പോലെ ആവണമെന്നല്ല, അവർ സ്ത്രീയാണ്, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, അവരതിൽ ജീവിക്കട്ടെ, അറ്റ്ലീസ്റ്റ് അവരുടെ സന്തോഷം കണ്ടെത്തട്ടെ. ആക്ച്വലി അവർക്ക് അറിയില്ല എങ്ങനെയൊക്കെ സ്വാതന്ത്ര്യങ്ങളുണ്ട്, ആ സ്വാതന്ത്ര്യത്തിൽ സന്തോഷം കിട്ടാനുണ്ട് എന്നുള്ളത്. അത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായും ഡൂയിങ് എ ഗുഡ് ജോബ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ കാണുന്നുണ്ട്, മാഡത്തിനെ കാണുന്നുണ്ട്, ഡാൻസ് കേൾക്കുന്നുണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിപ്പം സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയപ്പം എന്നെ പലയിടത്ത് വെച്ച് ആൾക്കാർ അറിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള ക്യാമറമാൻ പറഞ്ഞൊരു ഡയലോഗാണ്, അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്താണ്. എടി, നീ നിർത്തരുത് ഈ പണി, കാരണം നിന്നെ കണ്ടിട്ട് ആരൊക്കെ എവിടെയൊക്കെ ഇച്ചിരി സന്തോഷിക്കുന്നുണ്ട്, ആ സന്തോഷം നീ കളയരുത്. അതെനിക്കും പറയാനുള്ളൂ കേട്ടോ. അയ്യോ, അതൊരു വലിയ കുറച്ചിലാണ് പറഞ്ഞ ഞാൻ കയറിയ സത്യത്തിൽ. ഓക്കെ, അപ്പം ഇനിയും ഇപ്പം ജോലി എന്നൊരു വലിയ സംഭവം എന്നല്ല, നമുക്ക് ചെയ്യാനുള്ളത് കോളേജിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ. അതിൽ എല്ലാവരും ഒന്നും പറ്റിയില്ലെങ്കിലും ഒരാൾക്ക് കിട്ടിയാലും മതി. കുട്ടികൾ ചിലർ പറഞ്ഞാൽ എന്താ പറയുക എന്നോട്, മിസ് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നേരിടാൻ പോകണം ഞങ്ങൾക്കാ എന്ന് വെച്ചാൽ പറയണ ഒരു അമ്മമാരാ, 3 കുഞ്ഞുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സായ കുട്ടിയായിരിക്കും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ അങ്ങനത്തെ പിള്ളേരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ കുട്ടികളുള്ള മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻസിനാണ് പറയുന്നത്. അവർക്കൊന്ന് രാവിലെ മക്കളെ സ്കൂളിലാക്കിയിട്ട് വരണം. മാം ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും. ഓക്കെ മാം, കുട്ടീനെ ഡോക്ടർക്ക് കൊണ്ടുവന്നിട്ട് ഭർത്താവ് ഞാനൊന്ന് പോയിക്കോട്ടെ, ഒരു അരമണിക്കൂർ നേരത്തെ പോയിക്കോട്ടെ. ഓക്കെ, ഞാൻ ഒന്നിനും നോ പറയാറില്ല. എൻ്റെ പിള്ളേർ പെർമിഷൻ ചോദിക്കുമ്പോൾ. അപ്പോൾ അതിന് നല്ല പ്രയാസം അവിടെ പലർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ എന്ത് ചോദിച്ചാലും സമ്മതിക്കും, പിള്ളേരങ്ങ് വിട്ടേക്കും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേറെ എവിടെ നിന്നും വരുന്നതല്ല, അത് വേറെ എന്തോ എഴുതി വെച്ചതല്ല, ഇതൊക്കെ തന്നെയാണത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തെ വിടുന്നതും 10 മിനിറ്റ് വൈകി വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് അപ്ലിഫ്റ്റ്മെന്റ്. എങ്കിലേ അവർക്ക് അതിന്റെ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവർ അമ്മമാരാണ്, കുട്ടികളെ നോക്കണം, ഭർത്താവിൻ്റെ അടുത്ത് ബോധിപ്പിക്കണം, അമ്മായിമ്മയുടെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വരണം. അപ്പം നമ്മളൊരു 5-10 മിനിറ്റ് കൊടുത്താൽ അവർക്കതൊരു ജീവിതം, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ജോലിയായിരിക്കും. അപ്പോൾ നമ്മളതിന് തയ്യാറാവണ്ടേ? തീർച്ചയായും. അതാ പറഞ്ഞില്ല, അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് എന്താണെങ്കിലും ലൈഫിൽ മിസ് പഠിപ്പിച്ച എല്ലാ പിള്ളേരും, ഇംഗ്ലീഷ്
നിങ്ങളെല്ലാം ഭയങ്കര ഭാഗ്യവാന്മാരാണ്, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു ജോലിയിലേക്ക് പോവല്ലേ? അത് സത്യം പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തു, കുറേ കാലത്തിന് ശേഷമുള്ള ബ്രേക്കാണ്. എനിക്ക് തോന്നുന്നു നഴ്സറി പഠിക്കുമ്പോൾ തുടങ്ങിയതാ. പിന്നെ അതിനിടയിൽ 2 വർഷം ബ്രേക്ക് കിട്ടി. 2 വർഷം ഗർഭിണിയായി കുഞ്ഞുങ്ങൾ പ്രസവിക്കുമായിരുന്നു. പിന്നെ അപ്പോൾ ആദ്യമായിട്ടൊന്ന് വെറുതെ ഇരിക്കുന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ ജനുവരി 31 വരെ എവിടെയും അപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സന്തോഷം കണ്ടിട്ടാണോ എന്നല്ല, ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ മാർച്ച് 31 വരെ വീട്ടിലിരുന്നോ, കുറച്ച് ദിവസം ഒരു 3 മാസം ബ്രേക്ക് എടുത്തോ, എന്നിട്ട് ജോലി നോക്കാൻ തുടങ്ങിയാൽ മതി. ഫിനാൻഷ്യൽ ഇയർ പോലെ മാർച്ച് 31 കാരണം ഫിനാൻസ് ചെയ്യേണ്ടത് ആളാണല്ലോ, അതൊരു വലിയ കാര്യമാണ്. നമുക്കിങ്ങനെ ചാടിത്തുള്ളി നടക്കണമെങ്കിൽ ഒന്ന് നമുക്ക് കാശുണ്ടാവണം. നേരത്തെ പറഞ്ഞു, ഒരു കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ ആർക്കായാലും സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നുള്ളത്. നമുക്ക് ജോലി വേണം, യാത്ര ചെയ്യാനും സൗഹൃദങ്ങൾ വെക്കാനും ഒക്കെ. പക്ഷെ അതിൻ്റെ കൂടെ ജോലി വിട്ടിട്ട് വരുമ്പം കുഴപ്പമില്ല, സാറില്ല, ജോലി അടുത്തത് നോക്കുന്നവരെ ഞാനവിടെ ഉണ്ട്, എനിക്ക് എത്ര കാശ് വേണ്ട വെച്ചത് പറഞ്ഞോളൂ എന്ന് പറയാൻ ഒരു പങ്കാളി അടുത്ത് വേണം എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അതെ അതെ, അത് വിസ്മരിക്കരുത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളെങ്കിലും ഭയങ്കര രസമുണ്ടായിരുന്നു സംസാരിച്ചതിൽ. ഒരു അരമണിക്കൂറായെന്നൊക്കെ ക്യാമറ കട്ടായപ്പോഴാണ് മനസ്സിലായത്. അരമണിക്കൂറാണ് ക്യാമറേൻ്റെ ഓടും. അപ്പം എന്താണെങ്കിലും ഭയങ്കര സന്തോഷം കണ്ടതിൽ, പരിചയപ്പെട്ടതിൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറെ പേര് കണക്ട് ചെയ്യുമ്പോഴും ചിലർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇത് വേണ്ടിയിട്ടാ. ആ ജെനുവിനിറ്റി നമുക്ക് വേഗം ഫീൽ ചെയ്യും. 19 കൊല്ലമായില്ലേ ജീവിക്കുന്നത്. ആ ജെനുവിനിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ് ശരണ്യെ വിളിച്ചോടനെ ഞാൻ വന്നതും. അപ്പം ഇന്ന് വേറെ പണികളൊന്നും ഇല്ല. എന്നാൽ നാളെ ഔട്ട് ഓഫ് സ്റ്റേഷൻ, നാളെ യാത്ര പോവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് മാത്രമേ ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞുള്ളൂ. വെള്ളിയാഴ്ച ഉണ്ടാവില്ല, അതിന് മുമ്പ് വരികയാണ് എടുക്കാം. അല്ലാണ്ട് എനിക്ക് ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും മറ്റൊരാൾ വിളിച്ചാൽ പോണോ പോകണ്ടേ നമ്മളോട് ചിന്തിക്കും. ശരണ്യനൊരു 3-4 മെസ്സേജസിലൂടെ നമുക്ക് മനസ്സിലായി. നമ്മൾ കണക്ട് ചെയ്തത് തന്നെ ആ ഒരു ജയ് ഭീം അത്രേ ഉള്ളൂ. അതെനിക്കറിയാലോ. എന്താണേലും ഭയങ്കര സന്തോഷം. ലവ് യു. ആൻഡ് എന്താ പറയാ, പുതിയ ചാനലൊക്കെ തുടങ്ങി നല്ല പൊളിച്ചു വാ.